ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് നമ്മുടെ ഡോം സ്റ്റേ വ്ളോഗ് പാർട്ട് 2 ആണ് കേട്ടോ. മോർണിംഗ് ഒരു 7 മണിക്കാണ് നമ്മൾ എണീക്കണത്. എനിക്ക് ഫ്രഷ് ആയി കഴിഞ്ഞ ശേഷം ഷാനിക്കാനെയും മയാനൊക്കെ വിളിച്ചിട്ടോ. അപ്പം ഒരു 8 മണി സമയമായപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിക്കുകയാണ്. ഒരു മോർണിംഗ് വാക്കിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ഇവിടെ അടുത്ത് തന്നെ പുഴയുണ്ട്, അപ്പം അത് പോയി കാണാം എന്നുള്ള ഒരു പ്ലാനിലായിരുന്നു കേട്ടോ. 3 ഡോമാണ് ഉള്ളതെന്ന് ഞാൻ ഓൾറെഡി നമ്മുടെ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ 3 ഡോമിലാകുമ്പോൾ 3 ഫാമിലി ഉണ്ട്. അപ്പോൾ 3 ഫാമിലിയും കൂടിയിട്ടാണ് മോർണിംഗ് വാക്കിന് ഇറങ്ങണത്. നമുക്ക് വഴി കാണിക്കാൻ വേണ്ടി വരുന്നത് ഇവിടെ ഹെൽപ്പറായിട്ട് നിൽക്കുന്ന ഒരു ചേട്ടനാണ് കേട്ടോ. അപ്പോൾ ആ ചേട്ടൻ ഒരു 8:15 ആകുമ്പോഴത്തേന് വരാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളൊരു 8 മണിക്ക് തന്നെ ഇറങ്ങി. നടക്കോ? മരത്തിൻ്റെ കൊമ്പിൻ്റെ ഉള്ളിലേക്ക് പോയത് കേട്ടോ. കറക്റ്റ് പോയിന്റിൻ്റെ അപ്പുറത്തേക്ക് പോയി. അതെ അതെ. നടക്കോ? ഷാനിക്കാൻ്റെ ടേണിംഗ് ആണ്. തുടക്കത്തിലെ ഉടക്കി. അയ മാറും മുമ്പെന്ന് മാറ്. നമ്മുടെ ഡോമിൻ്റെ മുമ്പിലായിട്ട് ചെറുതായിട്ട് ഗെയിംസൊക്കെ കളിക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഒരു 8:15 കഴിഞ്ഞപ്പോൾ നമ്മുടെ ഹെൽപ്പർ ചേട്ടൻ വന്നിട്ടുണ്ട്. ആളാണ് ഫ്രണ്ടിൽ നടന്നു പോണത്. അപ്പം നമ്മൾ ആളുടെ ബാക്കിൽ ഇങ്ങനെ പോകാൻ കേട്ടോ. അപ്പം ഞങ്ങളാണ് ഫസ്റ്റ് ഉള്ളത്. ബാക്കിൽ ബാക്കിയുള്ളവരൊക്കെ വരുന്നുണ്ട്. അപ്പം എന്താ ഒരു ഇറക്കത്ത് കൂടെയൊക്കെ പോയിട്ടാണ് കേട്ടോ ആ ഒരു പുഴ കാണിക്കണത്. പക്ഷേ ഇറങ്ങാൻ നല്ല സുഖം ഉണ്ടായിരുന്നു. ഫുൾ ഇറക്കല്ലേ. പക്ഷേ കയറുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാണ്ടാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര ക്ഷീണമൊക്കെ ഫീൽ ചെയ്തു. പക്ഷേ നമ്മൾ കഷ്ടപ്പെട്ട് ഇറങ്ങി വന്നത് ഭയങ്കര വെർത്തായിട്ടോ. നല്ലൊരു അടിപൊളി പുഴ തന്നെയായിരുന്നു കേട്ടോ. ഒരു 3/4 മണിക്കൂറോളം നമ്മളിവിടെ സ്പെൻഡ് ചെയ്തു. നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു കൂട്ടിയിട്ടോ. നല്ലൊരു അടിപൊളി പ്രകൃതി രമണീയമായിട്ടുള്ളൊരു പ്ലേസ് തന്നെയായിരുന്നു കേട്ടോ. ഞാനും അയ്യാനും കൂടിയിട്ട് ഈ ഇരുന്നൊരു ഇരുത്താണ് കേട്ടോ. പിന്നെ കയറാൻ തന്നെ കുറേ ടൈം എടുത്തു. വെറുതെ കാലിട്ടിട്ടിരിക്കാൻ തന്നെ നല്ല രസമാണ് കേട്ടോ. നമുക്ക് കയറാൻ തന്നെ തോന്നില്ല. അത്രയും നല്ല രസമുണ്ടായിരുന്നു നമുക്കിങ്ങനെ ഇരിക്കാനായിട്ട്. പിന്നെ മോർണിംഗ് അല്ലേ, നല്ലൊരു അടിപൊളി വൈബ് തന്നെയായിരുന്നു കേട്ടോ. നല്ല കാറ്റും വെയിലുണ്ടെങ്കിലും നമുക്കത് വെയിലിൻ്റെ ചൂടൊന്നും അറിയണുണ്ടായിരുന്നില്ല. അത്രയും നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു വന്നപ്പോൾ നമ്മൾ താമസിക്കുന്ന ഡോമിൻ്റെ ബാക്കിലായിട്ട് ഒരു ചെറിയൊരു കോളൊക്കെ പോലെ ഉണ്ട് കേട്ടോ. ഇതൊന്നും നമ്മൾ വന്ന സമയത്ത് നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇപ്പോൾ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് പോയിട്ട് എത്തി നോക്കി. അതിനുശേഷം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് അടിക്കാൻ കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിന് വെള്ളപ്പം മുട്ടക്കറി ആയിരുന്നു. നല്ല ടേസ്റ്റി മുട്ടക്കറിയാണ് കേട്ടോ. ഒരു വെറൈറ്റി മുട്ടക്കറിയാണ്. ഞാൻ വീട്ടിലുണ്ടാക്കണേയും കാട്ടിയൊക്കെ ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ. പിന്നെ വെള്ളപ്പം നല്ല സ്പോഞ്ച് പോലത്തെ വെള്ളപ്പമായിരുന്നു. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന സമയത്തൊന്നും ഇത്രയും സോഫ്റ്റ്നെസ് കിട്ടാറില്ല. ഇതിൽ എന്ത് റെസിപ്പിയാണോ ചേർത്ത്, എന്തായാലും നല്ല അടിപൊളിയാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഡോം സ്റ്റേനെ കുറിച്ചിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ അതിലായിട്ട് പറഞ്ഞിട്ടില്ല. ഇത് ഞാൻ യാദർശികമായിട്ട് ഇൻസ്റ്റയിൽ റീല് കണ്ടിട്ട് ബുക്ക് ചെയ്തതാണ്. വൈൽഡ് ഗ്ലാംസ് എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ നിന്നാണ് കേട്ടോ ഞാൻ റീല് കണ്ടിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ ലൊക്കേഷൻ അതിരപ്പള്ളിയിലാണ്. അതിരപ്പള്ളി വാട്ടർഫോൾസിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ. ഇവിടുത്തെ ടൈം 1 മണി വരെ ഉണ്ട്. പക്ഷേ നമ്മളൊരു 11:30 ആയപ്പോൾ തന്നെ വെക്കേറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടോ. പക്ഷേ ആനയ്ക്കും അയാനും കൂടി വീണ്ടും പൂളിക്ക് പോയി കിടക്കുകയാണ്. ആ ഒരു ടൈം നോക്കിയിട്ട് ഞാൻ ഫ്രഷ് ആയതിന് ശേഷം അവരും വന്നിട്ട് ഫ്രഷ് ആയ ശേഷം പിന്നെ നമ്മളിതാ പോവുകയാണ് കേട്ടോ. എൻ്റെ ഫാമിലി ആയിട്ടുള്ള ഫസ്റ്റ് സ്റ്റേ ആണ് കേട്ടോ. അപ്പം എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടമായി. ഷാനിക്കാക്കും അയാനക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അപ്പോൾ പോണ സമയത്ത് ഞാനൊരു ടാറ്റയൊക്കെ കൊടുത്തു. എന്നിട്ട് പുറത്തിറങ്ങാൻ കേട്ടോ. അപ്പോൾ ഷാനിക്കൊക്കെ എന്നെ അവിടെ നിന്ന് കളിയാക്കുന്നുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് പോകുന്നത് അതിരപ്പള്ളി ഡാം കാണാൻ വേണ്ടിയിട്ടാണ്. ഡാം കണ്ടിട്ട് പിന്നെ അവിടെ നിന്ന് നമ്മൾ വീട്ടിലേക്ക് പോകാനാണ് പ്ലാൻ ഇട്ടിരിക്കണത്. അപ്പം തൃശ്ശൂരുകാരിയായിട്ട് ഇതുവരെ തൃശ്ശൂരിലുള്ള ഡാം കാണാൻ പറ്റിയിട്ടില്ല എന്ന് പറയുമ്പോൾ എനിക്ക് തന്നെ എന്നോട് പുച്ഛം തോന്നുകയാണ്. അപ്പോൾ ഞാനത് ഡാം കാണാൻ പോകാൻ കേട്ടോ. അപ്പോൾ ഞാൻ കുറേ കാലമായിട്ട് കാണണം എന്ന് ആഗ്രഹിച്ചിട്ടുള്ളൊരു ഡാമാണ്.
പക്ഷേ ഇതിലോട്ട് കാണാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഇതിനുള്ള ഒരു അവസരം കിട്ടിയിട്ടില്ല. അവസരങ്ങളൊക്കെ ഇപ്പോഴാണ് കിട്ടുന്നത്. എന്നെ ആയാലും കൂടി ഏതോ ഒരു സ്ഥലത്ത് തട്ടിയിട്ട ശേഷം ഷാനക്ക് കാർ പാർക്ക് ചെയ്യാൻ വേണ്ടി പോയിക്കാണ് കേട്ടോ. പക്ഷേ തട്ടിയിട്ട പ്ലേസ് അടിപൊളിയായിരുന്നു. ഡാമിൻ്റെ ഒരു ഫ്രണ്ട് ഏരിയക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പം നല്ല രസമുണ്ട് കാണാനായിട്ട്. കണ്ടോ, ഇതിലും നല്ല ഹെവി വാട്ടർ ഫ്ലോ ആണ് ഈ മഴക്കാലത്തൊക്കെ ഉള്ളത്. ആക്ച്വലി വേനൽക്കാലം ആയതുകൊണ്ട് വെള്ളച്ചാട്ടം ഉണ്ടാവില്ല, വെറും പാറക്കെട്ട് മാത്രം ഉണ്ടാവും എന്നാണ് ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മൾ ഈ വീഡിയോസിലും അതുപോലെ ഫോട്ടോസിലും മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഇങ്ങനെ വെള്ളച്ചാട്ടം തന്നെ ഞാൻ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. ഈ വേനൽക്കാലത്തും ഇത്ര നന്നായിട്ട് വെള്ളച്ചാട്ടം ഉണ്ടല്ലോ. അപ്പം നമ്മളൊരു ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് കറക്റ്റ് ഐസ്ക്രീം വരുന്ന സമയത്ത് നോക്കിയിട്ട് എന്നെ സാധനമൊക്കെ വന്നു കേട്ടോ. അപ്പം ഞങ്ങൾ ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് പിന്നെ നേരെ അവിടെ കയറുകയാണ്. ഇവിടെ ഒരാൾക്ക് 40 രൂപയാണ് എൻട്രൻസ് ഫീ. അങ്ങനെ എൻട്രൻസ് കഴിഞ്ഞിട്ട് നമ്മൾ നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വേ ആണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ എത്തും എന്ന് വിചാരിച്ച് ഞാൻ നടക്കല്ലാണ്ട് ഇപ്പോൾ എത്തണില്ല. അത്രയും ദൂരം ഉണ്ടായിരുന്നു നടക്കാനായിട്ട്. നടന്ന് വയ്യാണ്ടായി ഷാനിക്കക്ക്. അങ്ങനെ നമ്മൾ ഫൈനലി എത്തിയിരിക്കുകയാണ്. അപ്പം ഒരുപാട് തിരക്കുണ്ട്, പക്ഷെ നമുക്ക് വലിയ തിരക്കായിട്ട് തോന്നില്ല. കാരണം അത്ര ഏരിയ ഉള്ളതുകൊണ്ട് ക്രൗഡ് ഫീൽ ചെയ്യില്ല കേട്ടോ. അയ്യാന് വെള്ളം കണ്ടപാടെ വെള്ളത്തിൽ കളിക്കാൻ പറഞ്ഞിട്ട് ഒരു വഴിക്ക് ഓടിട്ടോ. ഷാനിക്കാണെങ്കിൽ ഇത് വേറെ ഒരു വഴിക്ക് ഒരു ഫോൺ കോൾ വന്നിട്ട് ആ ഫോൺ കോൾ ആയിട്ട് അതാ ഇങ്ങനെ നടന്നു പോവുകയാണ്. അപ്പോൾ ഇവർ രണ്ടാളുടെ ഇടയിൽ പെട്ട് ഞാൻ സ്റ്റക്കായി നിൽക്കാൻ കേട്ടോ. ഒരാൾ ഒരു വഴിക്കും പോയി, നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വേറെ ഒരാളും പോയി. ഒരാളാണെങ്കിൽ വെള്ളത്തിൽ ഇറങ്ങുകയില്ല എന്ന ശബ്ദം എടുത്തിട്ടാണ് നിൽക്കുന്നത്. വേറെ ഒരാളാണെങ്കിൽ ഇതാ വെള്ളത്തിൽ നിന്ന് കയറുകയില്ല എന്ന് ശബ്ദം എടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ പിന്നെ അയ്യാൻ്റെ ഒപ്പം കൂടി. നേരത്തെ നമ്മൾ വാട്ടർഫോൾസിൻ്റെ നല്ല അകലെ എന്നുള്ളൊരു വ്യൂ ആണ് കണ്ടാന്ന്. ഇപ്പം തൊട്ടടുത്തുനിന്നുള്ള വ്യൂ ആണ് കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പം ഇവിടെ എത്തിയപ്പോൾ ഒരു വീഡിയോ ഒക്കെ എടുത്താലോ എന്നൊരു തോന്നൽ. അങ്ങനെ ഞാൻ ഷാനിക്ക് അയ്യാനെ കൊണ്ടൊരു വീഡിയോ ഒക്കെ എടുപ്പിച്ചിട്ടാ. ശേഷം നമ്മൾ അയ്യാനെ വെള്ളത്തിലേക്ക് ഇറക്കി. അപ്പം കുറേ നേരമായിട്ട് വെള്ളത്തിൽ ഇറങ്ങണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ വേറെ ഡ്രസ്സ് കയ്യിൽ പിടിക്കാത്തതുകൊണ്ട് അവന് വല്ലാണ്ടൊന്നും ഇറക്കാമെന്നില്ല. പിന്നെ ബാക്ക്ഗ്രൗണ്ടൊന്നും അത്ര സുഖകരമല്ലാത്തതുകൊണ്ട് നമുക്ക് കൂടുതൽ വീഡിയോസ് എടുക്കാനും അത് പ്രദർശിപ്പിക്കാനും കഴിയാൻ പറ്റാത്തൊരവസ്ഥയാണ് കേട്ടോ. അപ്പം ഞാനിതാ വെള്ളത്തിലേക്ക് കാലം നനക്കാൻ വേണ്ടി ഇറങ്ങിക്കാണ്. അങ്ങനെ നമ്മൾ കുറച്ച് നേരം എന്ന് പറയുമ്പോൾ 1 മണിക്കൂറോളം നമ്മുടെ എൻജോയ് ചെയ്ത ശേഷം ഷാനൊക്കെ ഞങ്ങളെ വിളിച്ച് കയറ്റിയിട്ടാണ്. അങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. പിന്നെ നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ നേരം നമ്മൾ വെയിലത്താണ് വെള്ളത്തിൽ കളിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര ടയേർഡായിരുന്നു. അപ്പം പുറത്തിറങ്ങിയ ശേഷം ഞാൻ തണ്ണിമത്തൻ്റെ പീസാണ് കേട്ടോ വാങ്ങിയത്. ഷാൻക ഉപ്പും മുളകിട്ട മാങ്ങയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് നല്ല ഹെവി ദാഹമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തണ്ണിമത്തൻ മേടിച്ചു, അതിനുശേഷം സർവത്തും അങ്ങനെ കുറേ അകത്താക്കിയിട്ടാണ്. അപ്പോൾ ഇവിടെ വന്ന ശേഷം ഒരു കുരങ്ങനെയും കണ്ടു. അതിനുശേഷം നമ്മൾ പോകണ നേരത്ത് നല്ല വൈബായിരുന്നു കേട്ടോ. നല്ല കാറ്റും നല്ല അടിപൊളി ഏരിയ കൂടെയുള്ള യാത്രയും. അങ്ങനെ നല്ല വൈബ് പിടിച്ചിട്ട് ഗ്ലാസ് തുറന്നിട്ടൊന്ന് കൈയിട്ട് നേരത്തെ നല്ല മഴ. കുറച്ച് നേരത്തേക്ക് നല്ല ഹെവി റെയിൻ ആയിരുന്നു കേട്ടോ. പിന്നെ സിൽവർ സ്റ്റോം എത്തിയപ്പോൾ കുറച്ച് മഴ കുറഞ്ഞു, വീണ്ടും പഴയ പോലെ തന്നെ കേട്ടോ. നമ്മൾ പോണ സമയത്ത് എനിക്ക് ചെറുതായിട്ട് വോമിറ്റ് ടെൻഡൻസിയും തലകറക്കത്തിൻ്റെ ഫീലിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു കണ്ട് വലിയ സുഖം ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ വരുന്ന സമയത്ത് ഞാൻ നല്ല വൈബായിരുന്നു. അപ്പം വൈബ് കയറിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. ഇതൊന്നും അറിയാണ്ട് അയാന് നല്ല ഉറക്കത്തിലാണ്. വണ്ടി കണ്ട അപ്പോൾ അവൻ്റെ സൈഡായി. കറക്റ്റ് ഫുഡ് സ്പോട്ട് എത്തിയപ്പോൾ ഉണർന്നു കേട്ടോ. അതിനുശേഷം നമ്മളിതാ റോഡ് സൈഡിൽ തന്നെയുള്ള ഒരു ഹോട്ടലിൽ കയറിയിട്ടാണ് ഫുഡ് കഴിക്കുന്നത്. ഷാനിക്കക്ക് പൊറോട്ടയും ബീഫും മതി എന്ന് പറഞ്ഞപ്പോൾ പിന്നെ എനിക്കും അത് തന്നെ കേട്ടോ. അയാൾക്ക് പിന്നെ എവിടെ പോയാലും ഫ്രൈഡ് റൈസ് തന്നെയാണ് ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ അതും കൂടി കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് വിടുകയാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ വ്ളോഗും എൻഡിങ് ആണ് കേട്ടോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും വിട്ടുപോകരുത്. ഇൻഷാ അല്ലാഹ് നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. പിന്നെ നമ്മൾ കേക്കിൻ്റെ വീഡിയോസൊക്കെ ഇട്ടിട്ട് കുറച്ച് ദിവസമായി. ഇനി നെക്സ്റ്റ് കുറച്ച് കേക്ക് വീഡിയോ ഇടാനാണ് കേട്ടോ പ്ലാന്.